ഈ പറയുന്ന കാര്യം എല്ലാവർക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. എന്നാലും ഞാൻ പറയാണ്, നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉണ്ടാക്കേണ്ടത് പുറത്തുനിന്നൊന്നുമല്ല, നിങ്ങളുടെ സ്വന്തം വീട്ടിലുള്ള നിങ്ങളുടെ വൈഫായിട്ടോ ഹസ്ബൻഡായിട്ടോ ആണ്. ബിക്കോസ് നമ്മുടെ ലൈഫ് ലോങ് വരെ അല്ലെങ്കിൽ നമ്മുടെ എൻഡ് വരെ നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മുടെ ഭാര്യമാരാണ്, നമ്മുടെ ഹസ്ബൻഡുമാരാണ്. അങ്ങനെയുള്ള ആ സ്ഥാനത്തുള്ള ആൾക്കാരല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആയിട്ട് നമ്മൾ ഹൃദയത്തോട് ചേർത്ത് കൊണ്ടുപോകേണ്ടത്. ആ ഒരു തോട്ട് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ട് എന്നുണ്ടെങ്കിലോ നമ്മുടെ ലൈഫ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. നമുക്കതിൽ എൻജോയ് ചെയ്യാൻ പറ്റും, നമുക്കത് മടുപ്പില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ പറയും, ഈ ഫ്രണ്ട്ഷിപ്പിന്റെ വൈബൊന്നും ഒരിക്കലും പാർട്ട്ണർ അടുത്ത് കിട്ടൂല, അത് അവിടെ തന്നെ കിട്ടുള്ളൂ എന്നത്. അത് നിങ്ങളുടെ തോട്ട് മാത്രമാണ്. ഈ കാര്യം നിങ്ങളുടെ ലൈഫിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് വൈഫിന്റെ ഇടയിലും ഹസ്ബൻഡിന്റെ ഇടയിലും ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. സോ ഫ്രണ്ട്സ് വേണം, പക്ഷെ അതിൽ പ്രയോറിറ്റി നമ്മുടെ വൈഫിനോ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിന് മാത്രമായിരിക്കണം. ദാറ്റ്സ് ഇറ്റ്.